പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കർത്താവായ ഈശോയെ, അങ്ങ് കുരിശിൽ ചിന്തിയ രക്തത്തിൻ്റെ യോഗ്യതയിലും കുരിശിൽ അങ്ങ് നേടിയ വിജയത്തിലും ആശ്രയിച്ചുകൊണ്ട് അങ്ങയോട് ഐക്യപ്പെട്ട് പ്രാർത്ഥിക്കുന്ന ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങളുടെ മക്കളുടെയും നാശത്തെ ആഗ്രഹിക്കുന്ന എല്ലാവിധ പൈശാചിക സ്വാധീനങ്ങളെയും അന്ധകാര ശക്തികളെയും കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ബന്ധിച്ച് ബഹിഷ്കരിച്ച് നിർവീര്യമാക്കി കർത്താവിൻ്റെ കുരിശിന്റെ ചുവട്ടിൽ സമർപ്പിക്കുന്നു. കർത്താവെ, അങ്ങയുടെ നീതി അനുസരിച്ച് അവയോട് പെരുമാറണമേ. ഞങ്ങളേവരെയും അങ്ങയുടെ പരിശുദ്ധാത്മാവിൻ്റെ വരദാന ഫലങ്ങളാൽ നിറച്ച് സ്നേഹം, ശാന്തി, ആനന്ദം, ദയ, ക്ഷമ, നന്മ, വിനയം, സൗമ്യത, ആത്മസംയമനം, സമാധാനം, സന്തോഷം, എല്ലാ വരദാനങ്ങളും കൊണ്ട് ഞങ്ങൾ നിറയ്ക്കണമേ. ഞങ്ങൾക്ക് ആവശ്യമായ കൃപകളും സ്വർഗത്തിന് സഹായവും വലിയ ശക്തീകരണവും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതിനായിട്ട് കർത്താവെ, അങ്ങയുടെ കുരിശിലെ ബലിയിലേക്ക് ഞങ്ങളെ, ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ പന്തക്കുസ്ത ഒരുക്ക ധ്യാനത്തിന്റെ 9ാമത്തെ ദിനത്തിലേക്ക് നമ്മൾ കടന്നു വന്നിരിക്കുകയാണ്. 9 ദിവസത്തെ നൊവേനയും പ്രാർത്ഥനയും കൊണ്ട് ദൈവമായ കർത്താവ് നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്നതിനെ ഓർത്ത് നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയും. നാളെ പന്തക്കുസ്ത ദിനത്തിൽ വലിയൊരു അഭിഷേകത്തിനു വേണ്ടി നമ്മൾ അതിശക്തമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മയും നമ്മുടെ കുടുംബങ്ങളെയും നമ്മുടെ മക്കളെയും കർത്താവിന്റെ തിരുസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഇന്നലെ ഇവിടെ നമ്മുടെ യുവമക്കളുടെ ഫിനഹസ് 2026 ധ്യാനം വലിയ അഭിഷേകത്തോടു കൂടി അവസാനിച്ചു. ഇന്ന് നമ്മൾ 9ാം ദിനത്തില് നമ്മുടെ എല്ലാ മക്കൾക്കും വേണ്ടി പ്രത്യേകം പരിശുദ്ധാത്മാവിന്റെ ശക്തമായ അഭിഷേകം നമ്മുടെ മക്കളിൽ നിറയാൻ വേണ്ടി നമുക്ക് നിയോഗം വെച്ച് പ്രാർത്ഥിക്കും. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ മക്കളൊക്കെ ഒത്തിരിയേറെ മക്കള് എല്ലാവരും ഇന്ന് കാണാൻ പറ്റിയില്ല. കാരണം ഫുൾ ടൈം ധ്യാനവും പിന്നെ ഇവരെ ഒന്ന് നേർവഴിക്ക് കൊണ്ടുവരിക, എഴുന്നേൽപ്പിക്കുക, കൊണ്ടുവരിക, ഒന്ന് ഡിസിപ്ലിൻ ആക്കാന്ന് പറഞ്ഞാൽ 145ഓളം പിള്ളേരുണ്ടായിരുന്നു. അപ്പം അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ കാരണം പിന്നെ ക്ലാസ്, ആരാധന, ശുശ്രൂഷകൾ ഇതെല്ലാം ഫുൾ ടൈം അവരുടെ പിന്നാലെയായിരുന്നു. അതുകൊണ്ട് തന്നെ കുറേ പേരെ കാണാൻ പറ്റിയ ഇടയ്ക്ക് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, നമ്മുടെ മക്കൾക്ക് വേണ്ട സ്നേഹം, ഒരു കെയറിങ്, ഒരു സന്തോഷം അത് ലഭിക്കാതെ പോകുന്ന ഒരവസ്ഥയുണ്ട്. കുറെ പേരൊക്കെ നമ്മുടെ പെൺകുട്ടികൾ, കുറെ പേര് ലൗകികാതിൽപ്പെട്ട് കഴിയുന്ന മക്കൾ, ഹൈന്ദവ മക്കളുമായിട്ട് അഫെയറിൽപ്പെട്ട് കിടക്കുന്ന മക്കൾ, ഈ മക്കളൊക്കെ ഒത്തിരി വേദനയോടുകൂടി പറഞ്ഞൊരു കാര്യമുണ്ട്. കെയറിങ്, സ്നേഹത്തിന് വേണ്ടി ഇവര് പോയതിന്റെ ചരിത്രങ്ങൾ പിന്നെ വീട്ടിൽ അറിഞ്ഞു കഴിഞ്ഞു. അതിനുശേഷം വീട്ടിൽ ഭയങ്കര കെയറിങ്ങും സ്നേഹമൊക്കെയാണ്. പ്രിയപ്പെട്ട മക്കളെ, നമുക്ക് സ്നേഹവും കെയറിങ്ങും ലഭിക്കുന്ന വലിയൊരു അഭിഷേകമുണ്ട്. അത് നമ്മുടെ മക്കൾക്ക് ലഭിക്കണം. അത് മറ്റൊന്നല്ല, പരിശുദ്ധാത്മാവാണ്. നമ്മിലേക്ക് ചൊരിയപ്പെട്ട പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിന്റെ സ്നേഹം നമ്മിലേക്ക് നിറയപ്പെട്ടിരിക്കുന്നു. പരിശുദ്ധാത്മാവാണ് സ്നേഹം തരുന്നത്, സന്തോഷം തരുന്നത്, സൗഹൃദം തരുന്നത്, സഹായിക്കുന്നത്. ഇവരൊക്കെ പറയും, അവൻ ഞങ്ങൾ ഒത്തിരി കെയർ ചെയ്തു, ഞങ്ങളെ സഹായിച്ചു, ഞങ്ങൾക്ക് സന്തോഷം നൽകി. അത് അവരുടെ ഒരു ടാർജറ്റാ. അവരൊരു പെൺകുട്ടി പറയായിരുന്നു, ഈ ടീം ഒത്തിരി സ്നേഹം നടിക്കുന്നു, ഭയങ്കര കെയറിങ് ചെയ്യുന്നു. അത് ആദ്യത്തെ പടി. കുറച്ച് കഴിയുമ്പോൾ ഇവൻ ഈ പെൺകുട്ടിക്ക് ബ്ലൂ ഫിലിമൊക്കെ അയച്ചു കൊടുക്കുന്നു. ആ കൊച്ചിന്റെ വികാരങ്ങളെ ഉണർത്തുന്നു, ജഡികാസക്തിയെ ഉണർത്തുന്നു. അതിനുശേഷം ദൈവാനുഗ്രഹത്താല് അറിഞ്ഞു പിടിച്ചു. പിന്നെ വേറൊരു അവരുടെ ഒരു ടാർജറ്റാണ്, ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ പിള്ളേരെ വശീകരിക്കും. എന്നിട്ട് എവിടെയും ഒരുമിച്ച് യാത്രകള്, അങ്ങനെ പോക്കുകൾ, അല്ലെങ്കിൽ വേറൊരു കൊച്ചു പറഞ്ഞ പോക്കുകള്, അതിൽ ആ കുഞ്ഞുമായിട്ടുള്ള ബന്ധം, ശാരീരികമായ മേഖലയിൽ. ഇങ്ങനെ നമ്മുടെ മക്കളെ പരിശുദ്ധാത്മാവിന്റെ ആലയങ്ങളായ നമ്മുടെ മക്കളെ ശരീരങ്ങളെ മലിനമാക്കി, അശുദ്ധമാക്കി, പിശാചിന്റെ പിടിയില്, ജഡികാസക്തിയില്, ഈ നാശത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒത്തിരി മേഖലകൾ. അതോടൊപ്പം തന്നെ ലഹരി മേഖല. എൻ്റെ പൊന്നോ, ഒത്തിരി മക്കള് MDMA, കഞ്ചാവ്, മറ്റു മേഖലകളിലൊക്കെ. അവരൊക്കെ ഈ മക്കൾക്ക് ഇതൊക്കെ കൊടുക്കുന്നത് അച്ഛൻ എപ്പോഴും പറയാറുള്ള ആ വർഗത്തിൽപ്പെട്ട ആളുകളാണ്.
അപ്പൊ ഞാൻ പറഞ്ഞു വരിക, കൂട്ടുകെട്ട്, ഫ്രണ്ട്ഷിപ്പ്, അതിന്റെ പിന്നാലെ സ്നേഹത്തിനു വേണ്ടി, ഒരു സൗഹൃദത്തിനു വേണ്ടി, അംഗീകാരത്തിനു വേണ്ടി, കെയറിങ്ങിനു വേണ്ടി, സന്തോഷത്തിനു വേണ്ടി ഫ്രണ്ട്ഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് അഫെയറിലും കൂട്ടുകെട്ടിലും ചെന്നപ്പെട്ട് പിന്നീട് പാപത്തിലേക്ക്, നാശത്തിലേക്ക്, ലഹരിയിലേക്ക്, പല പല നാശത്തിന്റെ പ്രവൃത്തികളിലേക്ക് പോകുന്ന അനേകം മക്കളുണ്ട്. ഇതിനൊക്കെ ഒറ്റ പരിഹാരമുള്ള മക്കളെ, പരിശുദ്ധാത്മാവ് മക്കളുടെ മേൽ വരണം. അത്യുന്നതിന്റെ ശക്തി നമ്മുടെ മക്കളിൽ ആവസിക്കണം. നമ്മുടെ മക്കളെ ബലപ്പെടുത്താൻ, നമ്മുടെ മക്കൾക്ക് വേണ്ട സ്നേഹം നൽകാൻ, നമ്മുടെ മക്കൾക്ക് വേണ്ട കെയറിങ്ങും സന്തോഷവും നൽകാൻ പരിശുദ്ധാത്മാവ് നിറയണം. മിക്കവാറും ഈ മക്കൾക്കൊക്കെ എന്താ പറയാ, ഉദാശ ജീവിതം, ദൈവബന്ധം. ഞാൻ ഈ മക്കളോടൊക്കെ ചോദിച്ചു, ഈ പരിശുദ്ധാത്മാവ് ഉള്ളിലുണ്ടല്ലോ, ഈ പരിശുദ്ധാത്മാവുമായിട്ട് എന്തുമാത്രം വ്യക്തിബന്ധമുണ്ട്? പല മക്കൾക്കും അതൊന്നും അറിയത്തുപോലുമില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വരിക, നമ്മൾ മാതാപിതാക്കളെ, പ്രിയ സഹോദരങ്ങളെ, ഇതിൽ പങ്കെടുക്കുന്ന മക്കള് ഇതിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ മക്കളെ, നിങ്ങൾക്ക് സന്തോഷം തരാൻ, സമാധാനം തരാൻ, കെയറിങ് തരാൻ, സ്നേഹം തരാൻ ഈ ലോകത്തിലെ ആർക്കും പറ്റില്ല. ഒരു കൊച്ചു പറയായിരുന്നു, അവനുമായിട്ട് അഫയർ ആരംഭിച്ചതിന് ശേഷം എന്നും വഴക്ക്, എന്നും ഭീഷണി, എന്നും ഒച്ചപ്പാട്, ഒരു ദിവസം പോലും സമാധാനം കിട്ടിയിട്ടില്ല എനിക്ക്. കാരണം ഒരു ചെന്നപ്പെട്ടു, പിന്നെ അതിന് പിന്നെ വഴക്ക്. ഒരുത്ത പറഞ്ഞു, തട്ടമിട്ട് നടന്നാൽ ബ്യൂട്ടിഫുൾ ആണ്, തട്ടമിട്ട് നടക്കണം നീ, അതാണ് ഭംഗി, നോമ്പൊക്കെ നീ നോക്കണം, ഞങ്ങളുടെ നോമ്പ് നോക്കിക്കേ. ഇങ്ങനെയൊക്കെ നമ്മുടെ പെൺകുട്ടികൾ അതിനുവേണ്ടി വാശി പിടിക്കുന്നു. ഒരു കെയറിങ്ങും സ്നേഹവും ലഭിച്ച് വലിയ കുടുങ്ങിന്നോർത്ത് ഞാൻ പിന്നെ അടുത്ത സ്റ്റെപ്പാണത്. എന്നെ പെൺമക്കളെ, ഇതൊക്കെ എന്തിനു വേണ്ടി? ഒരാൾക്കും സ്നേഹം, സംതൃപ്തി, സമാധാനം ഈ ലോകത്തില് നൽകാൻ സാധിക്കത്തില്ല. അതിനുവേണ്ടി എന്തിന്റെ പിന്നാലെ പോയാലും, വ്യക്തിബന്ധത്തിൽ പോയാലും, ഡ്രഗിന്റെ പിന്നാലെ പോയാലും, കൂട്ടുകെട്ടിന്റെ പിന്നാലെ പോയാലും, ഭക്ഷണത്തിന്റെ പിന്നാലെ പോയാലും, എന്തിന്റെ പിന്നാലെ പോയാലും, എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ഒരു മക്കൾക്കും സന്തോഷമോ സമാധാനമോ സംതൃപ്തിയോ സ്നേഹമോ യഥാർത്ഥമായ കെയറിങ്ങോ കിട്ടിയിട്ടില്ല എന്നുള്ള വേദനാജനകമായ അവസ്ഥ ഈ മക്കളൊക്കെ പങ്കുവച്ചു. യഥാർത്ഥമായ വചനം കേട്ടപ്പോ, പരിശുദ്ധാത്മാവ് അവരെ തൊട്ടപ്പോ, സുബോധം ഉണ്ടായപ്പോ ഈ മക്കൾക്കൊക്കെ മനസ്സിലായി. പക്ഷെ പെട്ടെടുക്കുന്ന മക്കള് കരയണ കരച്ചിൽ കാരണം പല മക്കളും. ഞാൻ പറഞ്ഞു വരിക, പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് നമ്മുടെ മക്കൾക്ക് വേണ്ടി ഇന്ന് പ്രത്യേകം നിയോഗം വെച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം എന്തിനും ഏതിനും സഹായിക്കുന്ന, എന്തിനും ഏതിനും പഠിപ്പിച്ച് അനുസ്മരിപ്പിച്ച് നമ്മുടെ മക്കളെ സംരക്ഷിക്കുന്ന ദൈവത്തിന്റെ ആത്മാവ്, പരിശുദ്ധ ആത്മാവ് ഇന്ന് ഈ 9-ാം ദിനത്തില് നമ്മുടെ മക്കൾക്ക് വേണ്ടി നിയോഗം വെച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ മക്കളിൽ നിറയട്ടെ. പ്രിയപ്പെട്ട മാതാപിതാക്കൾ, കുറെ പേര് അച്ഛനെ വിളിച്ചു ഈ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്ന അനേക മാതാപിതാക്കള്. ഞാൻ ഒറ്റയ്ക്കല്ല മക്കളെ, 10,000-കണക്കിന് മക്കള് ഓരോ ദിവസവും നമ്മുടെ പ്രാർത്ഥനയിൽ ഒരുമിച്ച് കൂടുമ്പോൾ മക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകളും, മക്കൾ അഭിഷേകം പ്രാപിക്കാൻ, മക്കൾ ശക്തി പ്രാപിക്കാൻ, മക്കൾക്ക് വിടുതൽ കിട്ടാൻ, മക്കളെ പിശാച് തൊടാതിരിക്കാൻ നമ്മുടെ കരങ്ങൾ ഉയർത്തപ്പെട്ട് നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ അതിൻ്റെ വലിയൊരു അനുഗ്രഹം, വലിയൊരു സൗഖ്യമായി, വിടുതലായി, സ്നേഹമായി, വിമോചനമായി നമ്മുടെ മക്കൾക്ക് ലഭിക്കും എന്നുള്ളത് സത്യമാണ്. അതിന്റെ സാക്ഷ്യങ്ങൾ ഇഷ്ടം പോലെ വന്നു തുടങ്ങി. അനേകം പേര് പറയുന്നുണ്ട്, അച്ഛൻ പ്രാർത്ഥന തുടങ്ങിയതിന് ശേഷം മക്കളിൽ സംഭവിച്ച മാറ്റങ്ങൾ, ചില കെട്ടുകൾ പൊട്ടി, ചില ബന്ധങ്ങൾ തകർന്നു. കർത്താവിന്റെ മക്കൾ ഞങ്ങളോട് സ്നേഹിക്കാൻ തുടങ്ങി, ഞങ്ങളോട് സംസാരിക്കാൻ തുടങ്ങി, പ്രാർത്ഥിക്കാൻ തുടങ്ങി, കുമ്പസാരിക്കാൻ തുടങ്ങി. അതുമായിട്ട് ബന്ധപ്പെട്ട് കുറേ മക്കള് നമ്മുടെ ഈ ധ്യാനത്തിൽ, ഈ പ്രാർത്ഥനയിൽ കൂടി പ്രാർത്ഥിക്കുന്ന അനേകം മക്കളുടെ, മാതാപിതാക്കളുടെ മക്കള് ഈ ധ്യാനത്തിൽ അതുകൊണ്ട് വരാനിടയിൽ. പ്രിയപ്പെട്ട മക്കളെ, നമുക്കൊരുമിച്ച് തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിക്കാം. അതുകൊണ്ട് തന്നെ നിങ്ങൾ അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിക്കുക. നമ്മൾ നാളെ പന്തക്കുസ്ത കഴിഞ്ഞാൽ ഒരു 9 ദിവസം നമ്മൾ വൈദികർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാൻ പോവാം. കാരണം മക്കൾ, ഞാൻ ഇന്നലെ പറഞ്ഞു, നമ്മുടെ വൈദികര്, നമ്മുടെ സന്യസ്തര്, വിളിക്കപ്പെട്ട അഭിവന്യ പിതാക്കന്മാര് ഈ കാലഘട്ടത്തിൽ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. അത് ചെയ്യാതെ പിശാച് കെട്ടിപ്പൊട്ടി വച്ചിരിക്കുന്ന ചില മേഖലകളിൽ ഒരുമിച്ച് നിന്ന് പ്രാർത്ഥിച്ച് കർത്താവിന്റെ അഭിഷിക്ത കരങ്ങൾ, സന്യസ്ത കരങ്ങൾ കർത്താവിലേക്ക് ഉയർത്തി മക്കൾക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടിയൊക്കെ പ്രാർത്ഥിച്ച് ബലിയർപ്പിച്ച് ദിവ്യകാല സന്നിധിയിൽ ഇരുന്ന് കൃപയുടെ ഉപകരണങ്ങളും കൈവഴികളൊക്കെ ആയിട്ട് മാറാൻ
നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാനുള്ള ഒരു 9 ദിവസങ്ങൾ നമ്മൾ തിങ്കളാഴ്ച മുതൽ നമ്മൾ ആരംഭിക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഡെയിലി ഡെലിവറൻസ് ആൻഡ് ബ്ലെസ്സിങ് ഒരു ശുശ്രൂഷ നമ്മൾ നിരന്തരം നമ്മൾ ആരംഭിക്കണം. എവരി ഡേ ഡെലിവറൻസ് ആൻഡ് ബ്ലെസ്സിങ്, അനുഗ്രഹം. അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. ഇടയ്ക്ക് ദൈവം തരുന്ന പരിശുദ്ധാത്മ നയിക്കുന്ന പോലെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും, സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കും, കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അതിശക്തമായ നിലനിൽക്കുന്ന നിരന്തരമായ പ്രാർത്ഥന മുടങ്ങാതെ നമുക്ക് പ്രാർത്ഥിക്കണം. പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങൾ അതിനുവേണ്ടി അച്ഛന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. ഇതോടൊപ്പം തന്നെ നമ്മുടെ കാർമൽ ധ്യാന കേന്ദ്രത്തിലെ ശുശ്രൂഷകൾ ഒത്തിരിയേറെ നമുക്കറിയാം. ഇന്നലെ നമ്മുടെ മക്കളൊക്കെ 3-4 ദിവസം ഇവിടെ താമസിച്ചു. അതുമായിട്ട് ബന്ധപ്പെട്ട ഒത്തിരി കാര്യങ്ങൾ. ഇപ്പം നിങ്ങളുടെ പ്രാർത്ഥനയും നിങ്ങളുടെ സഹായവും നിങ്ങളുടെ സഹകരണവും പിന്നെ ഞാൻ നിങ്ങൾ പറയും, ഇടയ്ക്കൊക്കെ 2-ാം ശനിയാഴ്ചയ്ക്ക് ഇവിടെ വരിക, ധ്യാനത്തിൽ വന്ന് മാതാപിതാക്കൾ കൂടി പ്രാർത്ഥിക്കുക. പിന്നെ അച്ഛനുള്ള ഉപവാസ പ്രാർത്ഥനയൊക്കെ വയ്ക്കുമ്പോൾ നമ്മൾ നാളെ പന്തക്കുസ്താ ദിനത്തിൽ രാവിലെ 10 മണിക്ക് വിശുദ്ധ കുർബാന, അതിനുശേഷം ആരാധനയും തൈലാഭിഷേക പ്രാർത്ഥനയൊക്കെ നമ്മുടെ ആലയത്തിലുണ്ട്. സാധിക്കുന്ന മക്കളൊക്കെ വന്ന് പങ്കെടുക്കുക. എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, ഈ യുവജന ധ്യാനങ്ങളുടെ ധ്യാനത്തിൻ്റെ ദിവസങ്ങളിൽ അവരുടെ മാതാപിതാക്കളും പ്രിയപ്പെട്ടവരും ഇവിടെ വന്നിരുന്ന് ആരാധനയിൽ പ്രാർത്ഥിക്കണമെന്ന്. അത് പിന്നീട് പറയാൻ മറന്നു എന്നൊരാഗ്രഹമുണ്ട്. അങ്ങനെ മക്കൾക്ക് വേണ്ടി ഈ ആലയത്തിൽ മക്കൾക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിച്ച് കർത്താവിൻ്റെ ശക്തി അവരിലേക്ക് പുറപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന ഈ കാർമൽ ധ്യാന കേന്ദ്രത്തിൽ നിങ്ങൾ വന്ന് ധ്യാനം കൂടണം. ഇങ്ങനെയുള്ള ശുശ്രൂഷ പങ്കെടുക്കണം. നിത്യാരാധനയിൽ പങ്കെടുക്കാൻ വന്നിരിക്കാൻ പറ്റുന്ന മക്കൾ ഒരു ദിവസമെങ്കിലും വന്ന് ഇവിടെ ഇരിക്കി, ഈ ആലയത്തിലിരിക്കി. ഈ ആലയം പ്രത്യേകിച്ചും അഭിഷേകത്തിൽ ഉയർത്തപ്പെട്ട ഒരു ആലയമാണ്. മക്കൾക്ക് വേണ്ടി, കുടുംബത്തിനു വേണ്ടി പിശാചിനെതിരെ ശക്തമായ പോരാട്ടവും ശക്തീകരണത്തിൻ്റെയും കൃപാഭിഷേകത്തിൻ്റെയും ദൈവൈക്യത്തിൻ്റെയും വലിയൊരു അഭിഷേക സാന്നിധ്യമാണ് ഈ കാർമൽ ധ്യാന കേന്ദ്രം. നമുക്കതിനെ ഉപയോഗിക്കാം, നമുക്കതിനെ വളർത്താം, നമുക്കതിനെ ശക്തിയിൽ നിലനിർത്താനും നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഈശോ അനുഗ്രഹിക്കട്ടെ. ഈ 9-ാം ദിനത്തിൻ്റെ എല്ലാ കൃപകളും എല്ലാ അനുഗ്രഹങ്ങളും ദൈവം നിങ്ങൾക്കും നമ്മുടെ മക്കൾക്കും നമ്മുടെ സഭയ്ക്കും നമുക്കെല്ലാവർക്കും നിറച്ചു നൽകട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഈശോ അനുഗ്രഹിക്കട്ടെ മക്കളെ. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യ ഈശോയെ, അങ്ങേ തിരുസന്നിധിയിലേക്ക് ഞങ്ങളെ ഓരോരുത്തരെയും ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കളെയും ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ഒരുക്ക ധ്യാനത്തിന്റെ 9-ാം ദിനത്തിൽ പ്രത്യേകമാം വിധത്തിൽ കർത്താവെ, ഞങ്ങളെല്ലാ യുവമക്കളെയും ഞങ്ങളെല്ലാ കുഞ്ഞുമക്കളെയും അങ്ങേ തൃപ്പാദത്തിൽ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മക്കൾക്ക് ഞങ്ങൾക്ക് കൊടുക്കാൻ കഴിയാത്ത സ്നേഹവും ലാളനയും സന്തോഷവും സമാധാനവും ഈശോയെ അങ്ങ് ഞങ്ങളുടെ മക്കൾക്ക് നൽകണം. അനേക മക്കള് സ്നേഹം തേടി, കെയറിങ്, ഒരു ലാളന തേടി, സന്തോഷം തേടി പല കൂട്ടുകെട്ടുകളില്, അഫെയറുകളില് അതുമായിട്ട് ബന്ധപ്പെട്ട് അതിന്റെ പിന്നാലെ പോയി പിന്നെ നാശത്തിലേക്ക്, ജഡിക പാപങ്ങളിലേക്ക്, ലഹരിയിലേക്ക്, മ്ലേച്ഛതയിലേക്ക്, ഒത്തിരിയേറെ തകർച്ചയിലേക്ക് പോയ അനേക മക്കള്. കർത്താവേ, അങ്ങനെ പോയ മക്കളെ അങ്ങ് ചേർത്ത് പിടിച്ച് അവരെ തിരിച്ചു കൊണ്ടുവന്ന് സുബോധത്തോടെ ധൂർത്തപുത്രന് സുബോധം നൽകിയതുപോലെ ഞങ്ങളുടെ മക്കൾക്ക് സുബോധം നൽകി യഥാർത്ഥമായ സ്നേഹവും സന്തോഷവും പരിലാളനയും തരുന്ന പരിശുദ്ധാത്മാവിനു വേണ്ടി ഞങ്ങളുടെ മക്കൾ പ്രാർത്ഥിക്കട്ടെ. കർത്താവ്, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, അങ്ങയുടെ വാഗ്ദാനമാകുന്ന പരിശുദ്ധാത്മാവിനെ കൊണ്ട് ഞങ്ങളുടെ മക്കളെ നിറയ്ക്കണമേ. ഞങ്ങളുടെ മക്കൾ സ്നേഹം തേടി അവിടെയും ഇവിടെയും അവന്റെയും ഇവന്റെയൊക്കെ പിന്നാലെ പോകാതിരിക്കട്ടെ. കർത്താവ്, ഞങ്ങളുടെ മക്കളെ അങ്ങോട്ട് ചേർത്ത് പിടിക്കണം. ഒത്തിരി വേദനിക്കുന്ന മക്കളുണ്ട്, ജോലി കിട്ടാത്ത മക്കള്, പരാജയത്തില് വീണുപോയ മക്കള്, ഒറ്റപ്പെടുത്തപ്പെട്ട മക്കള്, തിരസ്കരിക്കപ്പെട്ട മക്കള്, കളിയാക്കപ്പെട്ട മക്കള്, കുടുംബത്തിൽ വേണ്ട എന്ന് പറഞ്ഞ മക്കള്. ഈശോയെ, അങ്ങയുടെ മക്കളെ അങ്ങ് വിലമതിച്ച് ചേർത്ത് പിടിക്കണം. ആ മക്കൾക്ക് വേണ്ട സ്നേഹം, അംഗീകാരം, സൗഹൃദം, ലാളന, സന്തോഷം, സമാധാനം എല്ലാം അങ്ങ് നൽകണം. അല്ലാതെ വേറെ എവിടെ പോയാലും ഈശോയെ അവരൊക്കെ ഞങ്ങളുടെ മക്കളെ നശിപ്പിക്കത്തുള്ളൂ, നശിപ്പിച്ചിട്ടേ ഉള്ളൂ. ഈശോയെ, ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ പന്തക്കുസ്താ ദിനത്തില് കർത്താവെ, ഞങ്ങൾ പ്രത്യേകമായിട്ട് ചങ്കുപൊട്ടി പ്രാർത്ഥിക്കണം. ഞങ്ങളുടെ മക്കൾക്ക് പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായ അഭിഷേകം അങ്ങ് തരണം.
പരിശുദ്ധാത്മാവെ, ഞങ്ങളുടെ മക്കളിൽ അങ്ങ് വസിക്കുന്നുണ്ട് മാമോദീസായിലൂടെ. ഞങ്ങളുടെ മക്കൾ അങ്ങയോടുള്ള ബന്ധം പുലർത്താതെ പോയ മേഖലകളെ ഓർത്ത് മക്കൾക്ക് വേണ്ടി ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു. ഞങ്ങളും അതുപോലൊക്കെ ജീവിച്ചിട്ടുണ്ട്. പരിശുദ്ധാത്മാവെ, അങ്ങയുടെ സ്നേഹം, അങ്ങാകുന്ന സ്നേഹം ഞങ്ങളുടെ മക്കൾക്ക് കൊടുക്കാൻ ഞങ്ങൾക്കും പരാജയപ്പെട്ടു പോയിട്ടുണ്ട്. ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു. ഉന്നതമായ അഭിഷേകത്താൽ നിറച്ച് ഞങ്ങളുടെ മക്കളെ സ്നേഹത്തിലും സമാധാനത്തിലും വലിയ കെയറിങ് പരിശുദ്ധാത്മാവെ അങ്ങ് നൽകണം. ഈശോയെ അങ്ങ് നൽകണം. ഞങ്ങളുടെ മക്കളെ എന്തിലും ഏതിലും സഹായിക്കണം, കൂടെ നിൽക്കണം. സന്തോഷം കൊണ്ടും സ്നേഹം കൊണ്ടും ധൈര്യം കൊണ്ടും സമാധാനം കൊണ്ടും ഞങ്ങളുടെ മക്കൾ നിറയ്ക്കാൻ യഥാർത്ഥമായ സ്നേഹമായ പരിശുദ്ധാത്മാവെ അങ്ങേക്ക് സാധിക്കും. ഞങ്ങളുടെ മക്കളിൽ നിറയണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് 9-ാം ദിനം ഞങ്ങൾ ഒരുമിച്ച് മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയെ ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാറ്റിനെയും നവീകരിക്കുന്നവനും വിശുദ്ധീകരിക്കുന്നവനുമായ പരിശുദ്ധാത്മാവേ, എഴുന്നള്ളി വരണമേ. അവിടുന്ന് ഞങ്ങളിലും ഞങ്ങളുടെ മക്കളിലും നിറഞ്ഞു നിൽക്കുകയും അവിടുത്തെ സ്നേഹത്തിന്റെ കതിരുകൾ ഞങ്ങളിലും ഞങ്ങളുടെ മക്കളിലും പരത്തുകയും ചെയ്യണമേ. നിത്യവും ഞങ്ങളിൽ വസിക്കുന്നവനായ പരിശുദ്ധാത്മാവേ, അനുതാപത്തിന്റെ അരൂപി ഞങ്ങൾക്കും ഞങ്ങളുടെ മക്കൾക്കും തരണമേ. പാപത്തിൽ നിന്നും പാപ സാഹചര്യത്തിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും അകറ്റണമേ. എല്ലാ വിജ്ഞാനത്തിന്റെയും അറിവിന്റെയും ഉറവിടമായ പരിശുദ്ധാത്മാവേ, യേശുവിന്റെ വചനങ്ങളാൽ ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും പ്രബുദ്ധരാക്കണമേ. വിശ്വാസത്തിൽ ഉറപ്പിക്കുകയും പ്രത്യാശയിൽ ഞങ്ങളുടെ മക്കളെ നടത്തുകയും ചെയ്യണമേ. വേദനിക്കുന്നവരുടെ ആശ്വാസമായ പരിശുദ്ധാത്മാവേ, ദുഃഖിതരെ ആനന്ദിപ്പിക്കുന്നവനുമായ പരിശുദ്ധാത്മാവേ, അവിടുത്തെ സമാശ്വാസത്തിന്റെ ശീതള ഛായയിൽ ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും നിർത്തണമേ. സ്നേഹത്തിലും വിശുദ്ധിയിലും ഞങ്ങളുടെ മക്കളെയും ഞങ്ങളെയും വളർത്തണമേ. അഗതികളുടെ ആശ്രയവും വരങ്ങളുടെ ദാതാവുമായ പരിശുദ്ധാത്മാവേ, അവിടുത്തെ അനുഗ്രഹത്തിന്റെ സമൃദ്ധിയാൽ ഞങ്ങളുടെ മക്കളുടെ ദാരിദ്ര്യവും ഇല്ലായ്മകളും അകറ്റണമേ. മനസ്സിന്റെ ശൂന്യത മാറ്റി എല്ലാ ഭയവും ഉത്കണ്ഠകളും നിരാശയും എടുത്തു മാറ്റി ഞങ്ങളുടെ മക്കളുടെ ഹൃദയങ്ങളെ ഉജ്ജ്വലിപ്പിക്കണമേ. ഞങ്ങളുടെ മധ്യസ്ഥനും സഹായവും മാർഗവും ആയ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ വഴികൾ അങ്ങ് നേരെയാക്കുകയും വഴിതെറ്റിപ്പോയ ഞങ്ങളുടെ മക്കളെ നേർവഴിക്ക് തിരിക്കുകയും ചെയ്യണമേ. സത്യത്തിലും നീതിയിലും ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും നടത്തണമേ. ഐക്യത്തിന്റെ നിദാനമായ പരിശുദ്ധാത്മാവേ, അകന്നു പോയ ഞങ്ങളുടെ മക്കളെ കുടുംബത്തിലേക്കും അങ്ങയിലേക്കും അടുപ്പിക്കുകയും ഭിന്നതകൾ അകറ്റുകയും ചെയ്യണമേ. ഞങ്ങളുടെ നെടുവീർപ്പുകളിലും വിലാപങ്ങളിലും ഞങ്ങളുടെ മക്കളെ ആശ്വസിപ്പിക്കണമേ. ഞങ്ങളുടെ സമ്മേളനങ്ങളെയും ഞങ്ങളുടെ മക്കളുടെ കൂട്ടുകെട്ടുകളെയും എല്ലാ ബന്ധങ്ങളെയും അങ്ങ് തന്നെ നയിക്കുകയും ഞങ്ങളുടെ മക്കളുടെ പഠനം, ജോലി, മറ്റെല്ലാ ഉദ്യമങ്ങളും വിജയിപ്പിക്കുകയും ചെയ്യണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ.
കർത്താവിൻ്റെ തിരുസന്നിധിയിലേക്ക് നമ്മുടെ എല്ലാ മക്കളെയും സ്നേഹത്തോടെ സമർപ്പിക്കാം. എഴുതെറ്റിപ്പോയ മക്കള്, സ്നേഹം തേടി പല പല വഴിപിഴച്ച ബന്ധങ്ങളിൽ ചെന്ന് പെട്ട് കിടക്കുന്ന മക്കളെ കർത്താവ് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി പ്രാർത്ഥിക്കാം. ഇനി പോകാത്ത മക്കള്, വീഴാത്ത മക്കള്, സ്നേഹവും സൗഹൃദവും ലാളനയും സന്തോഷവും സമാധാനവുമെല്ലാം ഈശോയിൽ തേടാനും പരിശുദ്ധാത്മാവ് അത് അവർ നിറച്ചു കൊടുക്കാനും ഇടയാകട്ടെ. നമുക്ക് അതിനുവേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. നമ്മുടെ വ്യക്തിപരമായ നിയോഗങ്ങൾ, നമ്മുടെ മക്കളുടെ നിയോഗങ്ങൾ, അവരുടെ പഠനം, ഇന്റർവ്യൂ, ഭാവി ജീവിതം, ചില തെറ്റായ സ്നേഹബന്ധങ്ങൾ, കൂട്ടുകെട്ടുകൾ, ലഹരി, ചില മാഫിയ ബന്ധങ്ങൾ, മിശ്ര വിവാഹത്തിന്റെ അല്ലെങ്കിൽ ലൗകികാദിന്റെ മേഖലകൾ, അതുമായിട്ട് ബന്ധപ്പെട്ട വശീകരണ യന്ത്രങ്ങൾ, നമ്മുടെ മക്കൾ അതുമായിട്ട് ബന്ധപ്പെട്ട് കണ്ടുപോയ ചില സിനിമകൾ, ബ്ലൂ ഫിലിം പോലുള്ള അവസ്ഥകൾ, അതോടൊപ്പം തന്നെ നഗ്നത പ്രദർശിപ്പിച്ച് നഗ്നത വീഡിയോ കോൾ ചെയ്ത് അത് പങ്കുവെച്ചു കൊടുത്ത് ഒത്തിരി മക്കൾ ചങ്കുപൊട്ടി കരണ് ഞാൻ കണ്ടു. ആ മേഖലകളൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മക്കളെ ധൈര്യപ്പെടുത്തണമേ, ഞങ്ങളുടെ മക്കളെ വിടിവിക്കണമേ, ഞങ്ങളുടെ മക്കളാരും നശിച്ചു പോകാതെ കർത്താവെ സംരക്ഷിക്കണമേ. കർത്താവിൻ്റെ കരങ്ങളിലേക്ക് മക്കളെ സമർപ്പിച്ചുകൊണ്ട് ഈ ബന്ധകുസ്തായുടെ വലിയൊരു അഭിഷേകം മക്കളിൽ നിറയാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടും ഈശ്വരാശീർവാദത്തിനായിട്ട് നമുക്ക് പ്രാർത്ഥിച്ചൊരുങ്ങാം. മക്കളെ, പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി സകലേശ ദിവ്യ കടാക്ഷം തൂകണമേ വത്സല സുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. എല്ലാ വരങ്ങളും കൃപകളും ചിന്തി ഞങ്ങളുടെ മക്കളിൽ അങ്ങയുടെ സ്നേഹവും അങ്ങയുടെ സമാധാനവും അങ്ങയുടെ സന്തോഷവും നിറച്ച് ഞങ്ങളുടെ എല്ലാ മക്കളെയും അങ്ങയോട് ചേർത്ത് പിടിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വലിയ വിടുതലും സ്നേഹത്തിൻ്റെ യഥാർത്ഥമായ സൗഹൃദത്തിൻ്റെ ചൈതന്യവും നിറച്ച് ഞങ്ങളുടെ മക്കളെ തിരിച്ചു പിടിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ആ സ്നേഹത്തിൽ നിലനിൽക്കാൻ നമുക്ക് നമ്മുടെ മക്കൾക്കും ഇടയാകുന്നതിന് വേണ്ടി ഈശ്വരാശീർവാദം നമുക്ക് സ്വീകരിക്കാം. മക്കളെ, ഹല്ലേലൂയ. യേശുവേ നന്ദി കർത്താവേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യ ഈശോയെ, അങ്ങയുടെ ദിവ്യകാരുണ്യ ഹൃദയത്തിൽ സ്നേഹവും സമാധാനവും സന്തോഷവും സൗഹൃദവും എല്ലാം നൽകുന്ന അങ്ങയുടെ യുവഹൃദയത്തിൽ ഞങ്ങളുടെ യുവമക്കളെയും കുഞ്ഞുമക്കളെയും ചേർത്ത് പിടിച്ച് ആ മക്കൾക്ക് വേണ്ട സ്നേഹവും ലാളനയും കെയറിങ്ങും സമാധാനവും സന്തോഷവും എല്ലാം നൽകി ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കണമേ ഈശോയെ. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ.